ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങച്ചാറാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോയോളം മാങ്ങയാണ്. അതിലോട്ടേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനേക്കാളും മുമ്പ് ഈ മാങ്ങ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു 3 മണിക്കൂറോളം മുമ്പ് 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒരു 3 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിട്ടോ. അതിന് ശേഷമാണ് ഈ 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആവശ്യത്തിന് കായപ്പൊടിയും കൂടി മുകളിലോട്ടേക്ക് നമുക്ക് തൂക്കിക്കൊടുക്കാം. അപ്പോൾ കായപ്പൊടി തൂക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം എരിവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ നോക്കിയപ്പോൾ എരിവ് കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ഇടാനുള്ള നല്ലെണ്ണ ചൂടാക്കി എടുക്കാം. നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം അത്യാവശ്യം ഒരുപാട് ചൂടൊന്നും ആറാണ്ട, ഒരു ചെറുതായിട്ട് ചൂടാറിയാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ എടുത്ത് തുടങ്ങുമ്പോഴാണ് കേട്ടോ അതിൻ്റെ പുളിയും ഉപ്പൊന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ആവുള്ളൂ. അപ്പോൾ